നമ്മുടെ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിൽ നമ്മൾ ഒരു പ്രോഗ്രാം മാത്രമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം നമുക്ക് ഒറ്റ ബാച്ച് മാത്രമേ ഉള്ളൂ, അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ കാണുന്നത് റോഷനാണ്. എങ്ങനെയായിരിക്കും മാർക്കറ്റിങ്ങും ഓൺടർപ്രണർഷിപ്പും കമ്പൈൻ ചെയ്തിട്ടൊരു പ്രോഗ്രാം കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ടാവുക? കേരളത്തിൽ ഒട്ടുമിക്ക കമ്പനീസിന് ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് പോലും ഇല്ല. അവർക്ക് അറിയില്ല ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഇനീഷ്യലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഡ്ടെക് സെഗ്മെന്റിൽ ഇത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് എടുക്കാൻ റെഫറൻസ് ഇല്ല, ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡ് ഇല്ല, ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു നമ്മുടെ CDA ഒരു ബ്രാൻഡിലൂടെ പുറത്തോട്ട് വരുന്നു. പക്ഷെ ഒരു സീരിയസ് മാർക്കറ്റിംഗ് ജോബിലോട്ട്, വിച്ച് ഇസ് എ വെരി ഫുൾ ടൈം ജോബ്. ഇത് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഇതിലെ പ്രൊഫൈലിൽ തന്നെ നമ്മളൊരു thousands of crores മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കേരളത്തിൽ തന്നെ ഒരു 50 കോടിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഈ ഫുൾ ബ്രാൻഡിൻ്റെ ഇതിൽ ഡിജിറ്റൽ സെഗ്മെന്റ് മാറ്റിയാൽ, ഡിജിറ്റൽ സെഗ്മെന്റ് ഇസ് എ പാർട്ട്, അതിൻ്റെ പുറമെ ഒരു ബ്രാൻഡ് അംബാസിഡർ എങ്ങനെ കൊണ്ടുവരണം, ആരെ കൊണ്ടുവരണം, എപ്പോൾ കൊണ്ടുവരണം, അതിൻ്റെ ഒരു പ്ലേസിങ് എങ്ങനെ വേണം, എന്തിനു കൊണ്ടുവരണം, എത്ര പൈസ കൊടുത്ത് കൊണ്ടുവരാം, അതിനുള്ള പൈസ നമുക്ക് ഉണ്ടോ ഇല്ലയോ, TV-ലോട്ട് എത്ര പോകണം, ഇതിൻ്റെ ഒരു ROI എങ്ങനെ മെഷർ ചെയ്ത്, TV-യുടെ ഒക്കെ ഒരു ROI മെഷർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. നമ്മളെങ്ങനെ ചെയ്യാം, നമുക്കൊരു പ്രോപ്പർ ഇംപ്രഷൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഹോർഡിങ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ മാർക്കറ്റിംഗ് ടീം ആവട്ടെ, വയ ഓൺടർപ്രണേഴ്സ് ആവട്ടെ, ഇവർക്കും ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. ദേ റിയലി വാണ്ട് ടു ലേൺ ദിസ്, പക്ഷേ ദേ ഡോണ്ട് ഹാവ് എ പ്ലേസ് ടു ലേൺ. അതായിരിക്കും ഞാൻ എൻ്റെ ഒരു ഓൺടർപ്രണർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഫില്ല് ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്യാപ്പ് ആയിരിക്കും ആ ഒരു 360 ഡിഗ്രി അപ്രോച്ച്.